നമ്മൾ പണ്ട് എപ്പോഴും വന്നുകൊണ്ടിരുന്നായിരുന്നു ഈ സഹാറ സെന്ററിൽ. ഇതിൻ്റെ അടുത്തായിരുന്നു നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. ആ നൊസ്റ്റാൾജി ഓർത്തിട്ട് ഇന്ന് വന്നതാണ്. വെറുതെ ഇതിൻ്റെ അകത്ത് കയറിയതാ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങളുടെ കുഞ്ഞിനെ എപ്പോഴും വരുന്നതായിരുന്നില്ലേ നമ്മള്? കുറേ നാളായി ഇവിടെ വന്നിട്ട്. നമ്മുടെ പപ്പന്മാരും മമ്മിമാരും വരുമ്പോൾ നമ്മളിവിടെ വന്നോണ്ടിരുന്നായിരുന്നു അല്ലേ? എൻ്റെ പപ്പയും മമ്മിയും അച്ഛൻ്റെ പപ്പയും മമ്മിയും നമ്മളെല്ലാവരും വരുമ്പോൾ ഇവിടെ വന്നുകൊണ്ടിരുന്നായിരുന്നു. കാരണം നമ്മൾ ഇതിൻ്റെ അടുത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. രാവിലെ പണിയൊക്കെ കഴിഞ്ഞ് പതുക്കനെ ഇറങ്ങും പിള്ളേരെയും കൊണ്ട്. ഇവിടെ കുറേ ഇരിക്കാനൊക്കെയുള്ള സ്പേസ് ഉണ്ട്. സാധാരണ ആളുകളിൽ ഇരിക്കാനുള്ള സാധനങ്ങൾ വളരെ കുറവായിരിക്കും. ഇവിടെ ഇരിക്കാൻ ഇഷ്ടം പോലെ സീറ്റുണ്ട്. അത് കാരണം നമുക്കിങ്ങനെ മടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ കുറേ നടന്നു കഴിയുമ്പോൾ മടുത്തിട്ട് എവിടെയെങ്കിലും ഇരിക്കാനും വർത്താനം പറയാനൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഫുഡ് കോർട്ടുണ്ട്. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള പ്ലേ സ്റ്റേഷനുണ്ട്. അതുകൊണ്ട് സമയം പോകുന്ന അറിയില്ലായിരുന്നു. നമ്മൾ പണിയൊക്കെ ഒരുങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങാം. സിനിമ കാണാൻ അടുത്തായിരുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നൊരു സിനിമ കാണലും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അടുത്തായിട്ട് നമുക്ക് തൊട്ട് നടന്നാൽ മതി. പിന്നെ ഈ സഹാറ സെന്ററിൻ്റെ പുറകിലായിട്ട് ഒരു ഓവർ ബ്രിഡ്ജുണ്ട്. അത് കയറി അപ്പുറം കടന്നാൽ നമ്മുടെ ബിൽഡിങ്ങിൽ എത്തുമായിരുന്നു. നമ്മൾ ആ ഓർമ്മയൊക്കെ പുതുക്കാൻ വേണ്ടി വന്നതാണ്. ഫുള്ളൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. പിന്നെ ഇവിടുന്ന് മാക്ഡൊണാൾഡ്സിൻ്റെ ഒരു ഐസ്ക്രീം തിന്നു എപ്പോഴും വരുമ്പോൾ. അതും കൂടെ കഴിച്ചപ്പോൾ സമാധാനം. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാം അല്ലേ? വേണ്ടെന്നോ? നാളെ ക്ലാസ് ഉണ്ട്. ഇവർക്ക് എത്ര കറങ്ങി നടന്നാലും പുറത്തോട്ട് നടന്നാലും വീട്ടിലേക്ക് ഇറങ്ങുന്നത് വേണ്ട നമുക്ക് ഉച്ചയോട് കഴിഞ്ഞിട്ട് പോകാന്ന് പറയും. അപ്പം നമുക്ക് പോയേക്കാം. ഇനി നമ്മുടെ ദുബായ് സൈഡിലോട്ടുള്ള എക്സിറ്റ് ചിലപ്പോൾ അടയ്ക്കും. രാത്രി 11 മണിക്ക് കഴിയുമ്പോൾ ചിലപ്പോൾ അതിലേ കൂടെ കടന്ന് നമ്മൾ വണ്ടി അപ്പുറത്തായിട്ടേക്കുന്നത്, ദുബായ് സൈഡിലാണ് ഇട്ടേക്കുന്നത്. നടന്നങ്ങ് പോയാൽ മതി. നേരെ ക്രോസ് ചെയ്താൽ മതി. ഒരു വേലി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ദുബായിലെത്തും. കുട്ടി, ഈ ചെടി ഒറിജിനൽ ആണോ? തൊട്ട് നോക്കി. മുന്തിരി പറിച്ചാലേ വല്ല കുഴപ്പം വരും. എനിക്ക് പേടിയാ. ഇല്ല, അത് പറിക്കാൻ പറ്റില്ല. അതിൽ ആർട്ടിഫിഷ്യൽ അല്ലേ? ഈ മരം തന്നെ ആർട്ടിഫിഷ്യൽ. അപ്പൊ പിന്നെ ഇതിലുണ്ടാകുന്ന മുന്തിരിങ്ങ ഒറിജിനൽ ആവുമോ കുട്ടിയെ? ഇല്ല, ഇത് മുന്തിരി അല്ല. ഇതെന്താണെന്ന് വെച്ചാ ഞാവലൊക്കെ പള്ളിരിക്കുന്ന രസമാണല്ലേ? ഏതും കൂടെ ഹൈറ്റ് നോക്കുക കേട്ടോ. അതുമായിട്ട് ഇത് തുണിയല്ലേ? ഇങ്ങനത്തെ ഇത് തുണിയല്ല, പ്ലാസ്റ്റിക്കാ. അതെന്തിനാ? ഓ, ഇത് ടച്ച് ചെയ്യാനാണോ? പറിക്കല് പറിച്ചാ കുട്ടി അത് പറിച്ചെടുക്കാൻ പറ്റുമോ നോക്കുക. കഴിക്കണം. ഓടിപ്പോയി അയച്ചുകുട്ടൻ. ബായ് കൊടുക്ക് ചൂട്ടാ, ബായ് കൊടുക്ക്. വാലന്റൈൻസ് ഡേയുടെ കേട്ടോ. വാലന്റൈൻസ് ഡേ ഇതാരും ഇരിക്കുന്നത് നോക്ക്. പെൻഗിൻ നോക്ക്. പല വലിപ്പത്തിലുള്ള പെൻഗിനുകളാണല്ലോ. ഓ, എന്ത് വലുത്. ഫ്രീ ആയിട്ട് തന്ന ഓർത്ത് നോക്കാനോ? നല്ല രസമുണ്ടല്ലേ കാണാൻ? വലിയ പെൻഗിനുകള്. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ദേണ്ട പിറകിൽ കാണുന്നുണ്ടോ ദുബായ് എൻട്രൻസ്? അവിടെ എത്തി കേട്ടോ. ഇനി അതിലേക്കൂടെ നേരെ അപ്പുറം കടന്നാല് നമുക്ക് ദുബായിലേക്ക് പോകാം. നമ്മുടെ വീട് നോക്ക്, അവിടെ ഹോം നേടിയിട്ടുണ്ട്. ഓടണ്ട. ദേണ്ട നമ്മുടെ പിറകിൽ ഇപ്പൊ കാണുന്നതാണ് ദുബായ് സൈഡ്. ദേണ്ട ഈ കാണുന്നതാണ് ഷാർജ ബസ് സ്റ്റോപ്പ്. നല്ല സ്ലീക്ക് ഡിസൈൻ ആട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ദുബായിലെ ബസ് സ്റ്റോപ്പിനേക്കാളും കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് ഷാർജയിലെ ബസ് സ്റ്റോപ്പ് കാണാൻ. ഇവിടെ കുറേ ബസ് വന്ന് നിർത്തുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടുന്ന് ഷാർജ ഉള്ളിലേക്ക് പോകാനൊക്കെയുള്ള ഇഷ്ടം പോലെ ബസ്സുണ്ട് ഇവിടുന്ന് കയറാനായിട്ട്, പല ഭാഗത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് അവിടെ ബസ് ഇറങ്ങി ഇവിടുന്ന് വന്ന് ഷാർജയിലെ ഉള്ളിലേക്ക് താമസിക്കുന്നവർക്ക് ഇവിടുന്ന് കയറി പോകാൻ പറ്റും. ഇതാണ് നമ്മൾ കുറേ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന വേലി കേട്ടോ. ഇതാണ് ദുബായും ഷാർജയും കൂടെ തമ്മിൽ തിരിക്കുന്ന വേലിക്കെട്ട്. ഇതിന്റെ അപ്പുറം വശം ദുബായ്, ഈ വശത്ത് ഷാർജ. അപ്പൊ നമുക്ക് അപ്പുറത്തേക്ക് കടക്കാം. അപ്പൊ എല്ലാരും കൂടെ ഗുഡ് നൈറ്റ് പറഞ്ഞേ.